ഇന്നത്തെ നമ്മുടെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ ചട്നിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ 4 മണി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു വയ്ക്കാമല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗിവ് അവേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് കേട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വടയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്തതാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്കൊരു 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തൈര് കുറച്ച് കട്ടി കുറഞ്ഞതാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ ഒരു റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ സമയമൊന്നും വേണ്ട. നമ്മളിതിലേക്കുള്ള ബാക്കി ഉള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും 10 മിനിറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചോറാണ് വേണ്ടത്. ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വടയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. തലേദിവസം വെച്ചിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ചോറാണെങ്കിലും കുഴപ്പമില്ല. 1 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി കേട്ടോ. കുറച്ച് വെള്ളം മതി. ജസ്റ്റ് ഒന്ന് അരഞ്ഞ്, ചോറിൻ്റെ വേവ് അനുസരിച്ചിട്ട് മതിയാവും അരയാൻ വേണ്ടിയിട്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് ലൂസാക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അത്യാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചോറ് നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള റവയുടെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വട കുറച്ചുകൂടെ നല്ലൊരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക, വലുതാക്കിയിടണ്ട. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായി മുറിച്ചെടുത്തത്. എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു എരിവ് വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് ഉണക്കമുളക് ചതച്ചതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്താണ്, പൊടി വേണ്ട കേട്ടോ. നമ്മൾ ഉഴുന്നുവടയിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നുണ്ടല്ലോ, അതുപോലെ കടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അതായത് ആ ഒരു സവാളയും പച്ചമുളകും കാര്യങ്ങളും നമ്മൾ റവയും ചോറും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടണം. അപ്പോൾ നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ വടയ്ക്ക് എടുക്കുന്ന മാവ് പോലെ കുറച്ചൊരു ലൂസിൽ കയ്യിലൊട്ടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. സുഖമായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കിയെടുക്കുക. അത്യാവശ്യം പാകത്തിന് ചൂടാവുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ആ ഒരു റവയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വരാനുണ്ടല്ലോ. എന്നിട്ട് ഒരു സൈഡ് ആവുന്ന സമയത്ത് ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക. അങ്ങനെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന വട കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു അളവ് വെച്ചിട്ട് ഈ വലുപ്പത്തിലുള്ള ഒരു 9 അല്ലെങ്കിൽ ഒരു 10 വട ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടെ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വട തന്നെയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ചോറൊക്കെ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് റെസിപ്പി, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധാ ഉഴുന്നുവടയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, കുഴപ്പമില്ല എന്നാലും. അപ്പോൾ ഇത് നല്ല ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ചട്നിയുടെ കൂടെ കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഗിവ് അവേൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ കുറേ ആയിട്ട് നമ്മളൊരു ഗിവ് അവേ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കോവിഡ് പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗിവ് അവേ പ്രൈസായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ക്യാഷാണ്. വലിയൊരു എമൗണ്ട് ഒന്നല്ല കേട്ടോ, ചെറിയ എമൗണ്ടാണ്. എന്നാലും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ വേണം. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ലിങ്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടിടാം. എന്നിട്ട് പിന്നെ നമ്മൾ ഗിവ് അവേക്ക് വേണ്ടിയിട്ടുള്ള കമൻറ്റ്സ് പിക്ക് ചെയ്യുന്നത് നാളത്തെ വീഡിയോയിൽ നിന്നായിരിക്കും. ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് എന്നല്ല, നാളത്തെ വീഡിയോയിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റ്സാണ് നമ്മൾ എടുക്കുന്നത്. നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇന്ന് എന്തായാലും ഗിവ് അവേൻ്റെ ഈ ഒരു രീതിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്